ഇന്നത്തെ യാത്ര കണിച്ചുകുളങ്ങരയിലോട്ട്. ആലപ്പുഴ ജില്ലയിലെ അതിപ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര. കൊടുങ്ങല്ലൂർ അമ്മയുടെ കടുത്ത ഭക്തനായ ഒരു ബ്രാഹ്മണൻ ദേവിയെ തന്റെ ഓലക്കുടയിൽ ആവാഹിച്ചു കൊണ്ടുവരികയായിരുന്നു. യാത്രാമധ്യേ ക്ഷീണം തോന്നി ഒരിടത്ത് കുട വെച്ചു. പിന്നീട് കുടയെടുക്കാൻ സാധിച്ചില്ലെന്നും ദേവി അവിടെ കുടിയിരിക്കാൻ ആഗ്രഹിച്ചു എന്നതുമാണ് വിശ്വാസം. കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ദേവി കടൽക്കാറ്റേറ്റ് ഉല്ലസിച്ച് അഥവാ കളിച്ചു വന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ കളിച്ചു കുളങ്ങര എന്ന് വിളിക്കപ്പെടുകയും പിന്നീട് അത് കണിച്ചു കുളങ്ങരയായി മാറുകയും ചെയ്തു. എല്ലാ വർഷവും 21 ദിവസത്തെ ഉത്സവം ഇവിടെ നടക്കുന്നു. കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് പ്രധാന ഉത്സവം. ചിക്കര വഴിപാടും അരിക്കൂത്ത് വഴിപാടും വളരെ പ്രസിദ്ധമാണ് ഇവിടെ. വർഷത്തിൽ 365 ദിവസവും പുഴുക്ക് നേർച്ച നടത്തുന്ന ഒരേയൊരു ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര. അതായത് പൊങ്കാല ഇടുന്നതിന് സമാനമായിട്ടുള്ള ഒരു വഴിപാടാണ് പുഴുങ്ങുന്നത്. നമ്മളും ഇപ്പം അതിന് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ച് 21 ദിവസം കുട്ടികളെ ചിക്കര ഇരുത്തുന്ന ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ചിക്കര മഹോത്സവം എന്നും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തിരി പിടിക്കുന്നതും. ഇന്ന് നമ്മൾ തിരിയും കൂടെ പിടിക്കാനാണ് വന്നത്. പക്ഷേ ഡേറ്റ് ഒന്ന് മാറിപ്പോയതുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത ദിവസം അമ്മ പോയിട്ട് തിരി പിടിക്കുക ചെയ്ത കേട്ടോ. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങുന്ന നേർച്ച ചെയ്യാൻ തുടങ്ങിയത്. എന്താ പറയുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളാണ്. ഇതുപോലെ ചിക്കരയൊക്കെ ഇരുത്തുന്ന കുട്ടികളെയും അവർ ദേവിയെ പോലെ ഒരുങ്ങിയൊക്കെയാണ് കേട്ടോ അതിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കുറേ കാഴ്ചകളുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ വഴിപാടുകൾക്കൊക്കെ ഭയങ്കര ചാർജ് കുറവാണ് കേട്ടോ. ഇപ്പോൾ ഈ പുഴുങ്ങുന്ന നേർച്ചയ്ക്കൊക്കെ ആണെങ്കിലും 20 രൂപ മാത്രമാണ് ചാർജ് വരുന്നുള്ളൂ. പിന്നെ നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ ആനയില്ല. അവിടുത്തെ ദേവീനെ ആളുകളാണ് ഇങ്ങനെ ആവാഹിച്ചെന്നല്ല, ഇങ്ങനെ ചുമന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ശാന്തമായിട്ട് തൊഴാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ആദ്യമൊക്കെ ചെന്നപ്പോൾ പുഴുങ്ങുന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ പയ്യെ പയ്യെ എല്ലാം പഠിച്ച് ശരിയായി വരുന്നുണ്ട്. ഞാനും കൂടെ ഇത് ഈ ഒരു വഴിപാട് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ദേവി എഴുന്നള്ളിക്കുന്ന ഇങ്ങനെയാണ്. പിന്നെ അവിടെ കുറേ ചിന്തിക്കടയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പോയിട്ട് കൊലുസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെ കഴിഞ്ഞും ബെറ്ററായിട്ട് കുറച്ചുകൂടെ റേറ്റൊക്കെ കുറവാണ് ഇവിടുത്തെ ചിന്തിക്കടയിലൊക്കെ കേട്ടോ. ഇതാണ് ഈ അരിക്കൂത്ത് വഴിപാടെന്ന് പറയുന്നത്. ഇതിവിടുത്തെ ഒരുപാട് പേര് ക്യൂ നിന്ന് ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി സമയമായപ്പം നന്നായിട്ട് വിളക്കൊക്കെ തെളിച്ച് ഭയങ്കര ഐശ്വര്യമായിരുന്നു. ദേവീനെ കാണാനാണെങ്കിലും നല്ല ഭംഗിക്ക് നമുക്ക് തൊഴാനൊക്കെ പറ്റും കേട്ടോ. സാധാരണ അമ്പലത്തിൽ ചെന്ന് നമുക്ക് തൊഴാൻ പറ്റാറില്ലല്ലോ. മാറിക്കോ എന്നല്ലേ സാധാരണ പറയുന്നത്. ഇത് നമുക്ക് ഭയങ്കര ശാന്തമായിട്ട് തൊഴാനൊക്കെ പറ്റി. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച കൊലുസ്. എനിക്ക് ഈ കൊലുസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെ ചെന്നാലും കൊലുസ് മേടിക്കും. അതുപോലെ കുപ്പിവളയും എൻ്റെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.